ഹായ് ഫ്രണ്ട്സ്, ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി കടയിൽ നിന്ന് കിട്ടുക ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇട്ടാൽ കിട്ടുക. കാരണം ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇത് പൊട്ടി പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് അതങ്ങനെ തരിക. പിന്നെ ഈ പൊട്ടുവെള്ളരി എവിടെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഈ പൊട്ടുവെള്ളരി കൂടുതലുണ്ടാകുന്നത്. പിന്നെ ഇങ്ങോട്ട് എറണാകുളം ജില്ലയുടെ അടുത്ത് കഴിഞ്ഞാൽ പറവൂർ, ആലങ്ങാട് ഭാഗത്തും ഇത് കിട്ടും. ബാക്കിയുള്ള സ്ഥലത്ത് ഇവിടെയൊന്നും കിട്ടാനില്ല. മറ്റുള്ള സ്ഥലത്ത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും ഇത് ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിന് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. ഇതിൻ്റെ ഈ തൊലി ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകും. ഇതിങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അപ്പോൾ ഞാൻ പതുക്കെ ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കാണിച്ചുകൊണ്ട്. നമുക്കിത് നോക്കാം. ഇനി അത് തീരെ പൊളിയുന്നില്ലെങ്കിൽ നമ്മൾ കത്തിയോണ്ട് പതുക്കെ ചിരണ്ടിയെടുക്കാം. ഇതിങ്ങനെ നമ്മൾ പതുക്കെ തൊലി ഇങ്ങനെ ഇളക്കാം. കത്തി ഉപയോഗിക്കാം. ഈ തൊലി നമ്മൾ കളഞ്ഞു. ഇനി ഇത് കീറിയെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തെ ഇതിൻ്റെ കുരു അത് സൈഡിൽ മാറ്റുക. ഇത് കുറച്ച് പഴുത്തു പോയി, അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കില്ല. അപ്പം നമ്മൾ സ്കിന്ന് മാറ്റി ഇതിൻ്റെ അകത്തെ ആ കുരു മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ട് കുരുവാണ്. രണ്ട് തരത്തിൽ ഇതിനെ നമ്മളാക്കും. ഒന്ന് ജ്യൂസാക്കാം. നമ്മുടെ ഇതാണ് നമ്മുടെ ബ്ലെൻഡറിലിട്ട് ജ്യൂസാക്കാം. പിന്നെ വേറൊന്ന് കുടിക്കുന്ന കപ്പിലിട്ടിട്ട് നമ്മളിത് ഇളക്കിയിട്ടത് ശരിയാക്കും. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കപ്പിലേക്ക് ഇതിനെ നേരിട്ടിടുക. അല്പം പഞ്ചസാരയും ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ്, നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ആക്കാൻ വേണ്ടി വെച്ചു. ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കണ്ടോ ജ്യൂസ് ആയി കഴിഞ്ഞു. മിക്സിയുടെ ആവശ്യമില്ല. ഇനി നമ്മൾ മിക്സി ബ്ലെൻഡറിലാണ് ഇടുന്നത്. ഇത് ബ്ലെൻഡറാണ്. ബ്ലെൻഡറിലിട്ട് അടിച്ച് നോക്കാം. ഇത് പ്രത്യേകിച്ച് ഇതിൽ ചേരുവകളൊന്നും ചേർക്കാറില്ല. നമുക്ക് വേണമെങ്കിൽ അപ്പം ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് നമുക്ക് ഐസ് ചേർക്കാം ഇതിൽ തണുപ്പിന് വേണ്ടിയിട്ട്.
ഇനി ഇത് രണ്ടും അല്പം ടേസ്റ്റ് നോക്കട്ടെ, മധുരം ഉണ്ടോ എന്ന് നോക്കണം. വേറെ കൂടുതലും ചേർക്കണ്ട. ഇനി ഇതിലും നോക്കാവുന്ന ഇതിൽ നമ്മൾ മധുരം വേണം, ഇത് സ്വീറ്റ് അല്ല ഒട്ടും. അപ്പോൾ നമുക്കല്പം ഷുഗർ ചേർക്കാം. ഇതിൽ ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇത് ബ്ലെൻഡർ ജാറാണ് കേട്ടോ. ഇത് ബ്ലെൻഡർ ജാറിൽ ഇതിൻ്റെ ബ്ലേഡ് വ്യത്യാസമുണ്ട്. നമ്മൾ മുന്തിരിങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുരു അധികം അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുരു ഒന്നും അരയില്ല. അതാണ് ബ്ലെൻഡർ ജാറിൻ്റെ ഗുണം. നമുക്ക് ഇതും ഒരു ജഗ്ഗിലേക്ക് മാറ്റാം. ഇത് രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇത് കണ്ട, നമ്മൾ ബ്ലെൻഡറിലിട്ട് അടിക്കാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കും. അതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിങ്ങനെ തന്നെയാണ് അത് ഉണ്ടാവുക. അതേസമയത്ത് നമ്മൾ ബ്ലെൻഡറിലിട്ട് അരിച്ചത് വളരെ സ്മൂത്താണ്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ മിക്സിയും ജാറും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതേമാതിരി കഴിക്കാം. ഇപ്പം നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെയാണ് തരിക. അപ്പോൾ ഇങ്ങനെ തരും. അപ്പോൾ നമ്മളുടെ ഈ പുട്ടുവെള്ളരി, ഇതിന് ഒരു പേരുകൂടെ ഉണ്ട്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ബ്ലോണ്ട് ക്യുക്കമ്പർ എന്നാണ് പേര്. ബ്ലോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരനെന്നോ സുന്ദരിയെന്നോ അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളരിക്ക കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരമായിരിക്കുന്ന ആകൃതിയും കളറൊക്കെയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ അതിന് ബ്ലോണ്ട് ക്യുക്കമ്പർ എന്ന് പേരിട്ടത്. അപ്പോൾ അതാണ് ഇംഗ്ലീഷ് പേര്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ലസ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു നമ്മൾ തണുപ്പ് കാലത്ത് ചൂട് കാലത്ത് കഴിക്കാനുള്ള വളരെ രുചികരമായൊരു വിഭവമാണ് ലസ്സി. ഇത് പഞ്ചാബി ലസ്സി, നോർത്ത് ഇന്ത്യൻ ലസ്സി, ഇങ്ങനെ പല പേരുകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന ഒരു ബ്ലെൻഡറിൻ്റെ കാര്യം, ഇതിൻ്റെ ബ്ലേഡ് ഞാനൊന്ന് കാണിക്കുക. ഇതിൻ്റെ ബ്ലേഡ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് അരയുന്നതല്ല, ഇത് ചതയുന്ന ബ്ലേഡാണ്. ഇതാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗ്രേപ്പോ എന്തെങ്കിലും പഴം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുരു അരയില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു വരാം, അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ 2 കപ്പ് തൈരുണ്ട്, കട്ടത്തൈരാണ്. ഇതിലേക്കിടാം. ഇനി അടുത്തതായിട്ട് 1 കപ്പ് പാൽ, 2 കപ്പ് തൈരാണ് ഉപയോഗിച്ചെങ്കിൽ 1 കപ്പ് തണുപ്പിച്ചെടുത്ത പാലാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ്. ഇനി നമുക്ക് വേണ്ട പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ എന്ന കണക്കിന് ചേർത്ത് കഴിഞ്ഞാൽ മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. ഇത് പൊടിച്ച പഞ്ചസാരയാണ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിനുശേഷം ഇത് ഏലക്കാപ്പൊടിയാണ്, കാർഡമം പൗഡറാണ്, അത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ്ങിനുള്ളതാണ്, അത് പിന്നീടാണ് ചേർക്കുക. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ഐസ് ക്യൂബും ചേർക്കേണ്ടതുണ്ട്, വളരെ മസ്റ്റാണ്. നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ലസ്സി ആയിക്കഴിഞ്ഞു. നമ്മുടെ ഐസ് ക്യൂബൊക്കെ ഇതിൻ്റെ അകത്ത് ലയിച്ച് ചേർന്നു. അപ്പോൾ ഇനി നമ്മളിത് ജാറിലേക്ക് പകരുകയാണ്. ഒരു സ്വാദിഷ്ടമായൊരു പാനീയമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമുക്കധികം ചിലവൊന്നുമില്ല. കുറച്ച് തൈര് വേണം. തൈര് കട്ടത്തൈര് പോലെ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ചിലവൊന്നുമില്ല. ഞാൻ ഗാർണിഷ് ചെയ്തിരിക്കുന്ന ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ആൽമണ്ട്, നമ്മുടെ ബദാം വളരെ നേർമയായിട്ട് അരിഞ്ഞത്, ബദാമും അതുപോലെ കശുവണ്ടി നേർമയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ പിസ്റ്റായും നമുക്കിതിൽ ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പിസ്റ്റ ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അത് നമുക്ക് ചേർക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് റോസ് വാട്ടർ നമുക്ക് ചേർക്കാം. പിന്നെ ക്രീം വേണം, ആവശ്യമുണ്ടെങ്കിൽ ക്രീം അല്പം ചേർക്കാൻ പറ്റും. നമുക്ക് ക്രീം ഈ ലസ്സി നമുക്ക് വെറുതെ ഗ്ലാസ്സിൽ നിന്ന് നേരിട്ട് കുടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കോരി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ ചേരുവകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾ നോക്കണം. ഡിസ്ക്രിപ്ഷനിൽ വളരെയധികമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. സിമ്പിൾ ജ്യൂസാണ്. പിന്നെ പൊട്ടുവെള്ളരിയുടെ കാര്യം പറഞ്ഞ് അത് മാത്രം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നിങ്ങൾ നമ്മുടെ തണ്ണിമത്തന അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാം. പൊട്ടുവെള്ളരി ഒരു പ്രത്യേക ഈ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. മാർച്ച് ഏപ്രിൽ മാസം മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ റെസിപ്പി ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ, പ്രത്യേകിച്ച് ചൂടുകാലമാണ്, ചൂടുകാലത്ത് ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും പരീക്ഷിക്കണം. പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ബെൽ ബട്ടൺ കിട്ടും. ബെൽ ബട്ടൺ കിട്ടുമ്പോൾ അതിൽ ഓൾ പ്രസ് ചെയ്യണം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കണം, നിർബന്ധമായിട്ടും നോക്കണം. അപ്പോൾ ഈ ചാനലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ റെസിപ്പി ഇവിടെ തീരുകയാണ്. നിങ്ങൾക്കെല്ലാവരോടും യാത്ര പറയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.